തനിക്ക് ക്ലാപ്പനംകോട് ബീച്ചിൽ നിന്നൊരു ഏലിയനെ കിട്ടി. അതും മദ്യം മാത്രം കഴിക്കുന്ന ഏലിയൻ. ഞാനൊരു സയന്റിസ്റ്റാണ്. നിങ്ങൾ കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്. എടാ, കുറച്ചെങ്കിലും അക്കൗണ്ടബിലിറ്റി കാണിക്കണം. സ്വന്തം മിസ്റ്റേക്സ് ഓൺ ചെയ്യാനെങ്കിലും പഠിക്കാം. ഞാൻ മനഃപൂർവ്വമല്ലല്ലോ. മതി. ഇവന്റെ ഐഡിയ എല്ലാം ഫ്ലോപ്പാണ്. നീ ജീവനെ കൊണ്ടുപോ. ഇൻവെസ്റ്റേഴ്സ് ലീഗൽ നോട്ടീസ് അയക്കുന്നല്ലേ പറയുന്നത്? എങ്ങനെ അടച്ചു നിർത്താനാ പ്ലാൻ? ഓ, മാനത്തൊന്ന് പൊട്ടി വീഴുമായിരിക്കും അല്ലേ? നിന്നെ പോലൊരു നിഷ്കളങ്കന്റെ കൂടാണെന്ന് ഹ്യൂമൻ സ്പീഷീസിനെ മൊത്തം എറാഡിക്കേറ്റ് ചെയ്യാൻ വന്ന കൊട്ടും ഭീകരനാണവൻ. ബ്രോ, ഇൻട്രോ ഒന്നും വേണ്ട. അപ്പൊ കാര്യത്തിലേക്ക് വരാം. ഇവരിൽ ആരുടെ സൂപ്പർ പവർ ആയിരിക്കും അറിയുന്നത്? കേരള വി സ്പീക്ക് മലയാളം. മലയാളം നിങ്ങൾ മനുഷ്യർക്ക് ഭക്ഷണം എങ്ങനെയാണോ അതിന് സമാനമാണ് ഞങ്ങളുടെ ഗൃഹത്തിൽ ആൽക്കഹോൾ. എന്തിനാ ഈ ഭൂമിയിലോട്ട് വന്നേ? ഒരു ഫ്ലാഷ് ബാക്ക് പറയേണ്ടി വരും. He is cold-blooded, merciless, and a born criminal. അങ്ങനെ ഒരു ഐറ്റം ഈ ഭൂമി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ടൈഗർ തമ്പി ഇട്ടിക്കും. സർ, നമുക്ക് നാസയിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അറേബ്യൻ സീയിൽ ഒരു UFO പതിച്ചു എന്നാണുള്ളത്. വിഘ്നേഷ് രാഘവൻ എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിൽ അന്യഗ്രഹ ജീവി ഉള്ളതായി സൂചന. ഈ ധിക്കരിച്ചപ്പോ പുലിമുരയൊക്കെ എന്തിനാണ് നമ്മളെ പറയാറുണ്ട്? എന്തെങ്കിലും ഒരു പവർ ഉണ്ടാവില്ല പ്ലൂട്ടോ. പോലീസും പട്ടാളവും പത്രക്കാരും ഒക്കെ വരും. അവര് തിരിച്ചും മറിച്ചും പലതും ചോദിക്കും. ഒന്നും വിട്ട് പറയരുത്. ഓക്കെ? ഈ രഹസ്യം എന്നോട് കൂടി മണ്ണടി. ട്രംപിന്റെ അമേരിക്കയ്ക്ക് മാത്രമല്ലടാ, തമ്പിയുടെ കേരളത്തിലും ഉണ്ടടാ.